അസ്സലാമു അലൈക്കും. സംഗമം കൾച്ചറൽ ഫോറത്തിന്റെ ഭാഗമായി വിവിധതരം പരിപാടികൾ നടക്കാറുണ്ട്. അതിൽ ഇന്നത്തെ പ്രോഗ്രാം മാർച്ച് 15 ലോക ഉപഭോക്തൃ അവകാശ ദിനം. അതിൽ സ്വാഗതം പറയുക എന്നതാണ് എന്നെ ഏൽപ്പിച്ച കർത്തവ്യം. ഈയൊരു വിഷയത്തെപ്പറ്റി സംസാരിക്കുന്ന നമ്മുടെ അയൽക്കൂട്ടം അംഗമായ അഡ്വക്കേറ്റ് നിലോഫർ നസീറിനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നന്മ വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് ഫാസിന ബഷീർ, സൊസൈറ്റി സെക്രട്ടറി അബ്ദുറഹീം സാഹിബ്, സൊസൈറ്റി വൈസ് പ്രസിഡന്റ് അഷ്ഫാഖ് സാഹിബ്, ഈയൊരു പരിപാടിയിൽ അധ്യക്ഷ സ്ഥാനത്തുള്ള കതിരൂർ സോണൽ പ്രസിഡന്റ് ഷമീദ CP, കൾച്ചറൽ ഫോറം ചെയർമാൻ റുക്സാന ത്വാഹ, പാലിശ്ശേരി സോണൽ പ്രസിഡന്റ് റസിയ ഖാലിദ്, എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ കൾച്ചറൽ ഫോറത്തിന്റെ ഓരോ പരിപാടികളും കോർഡിനേറ്റ് ചെയ്യുന്ന കൾച്ചറൽ കോ ടീം അംഗങ്ങളെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ കൾച്ചറൽ ഫോറം അംഗങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് ഷമീദ CP ക്ഷണിച്ചുകൊണ്ട് കൾച്ചറൽ ഫോറത്തിൻ്റെ വ്യത്യസ്തമായ പരിപാടികൾ നടന്നു വരുന്നുണ്ടല്ലോ. അപ്പോൾ ശനിയാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും ഓൺലൈനായും ഓഫ്ലൈനുമായിട്ടുള്ള വിവിധ പരിപാടികൾ നടന്നു വരികയാണ്. അതുപോലെ ഇന്ന് നടക്കുന്നത് ലോക ഉപഭോക്തൃ അവകാശ ദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്സാണ്. അപ്പോൾ നമ്മുടെ തന്നെ അയൽക്കൂട്ടം മെമ്പറായിട്ടുള്ള അഡ്വക്കേറ്റ് നിലോഫറാണ് ഇന്നിവിടെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിഷയം ബോധമുള്ള ഉപഭോക്താവ്, അതിലെ കൂടി സുരക്ഷിതമായിട്ടുള്ള ഒരു കുടുംബം. ഈ ഒരു വിഷയത്തിലാണ് ഇന്നത്തെ ചർച്ച ഉണ്ടാവുക. ഇൻഷാ അല്ലാഹ് നമുക്കറിയാം, പല പ്രവാചകന്മാരുടെയും ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചതാണ്. ഈ ഒരു കൾച്ചറൽ ഫോറത്തിൻ്റെ ഇതിലെ കൂടിയും എല്ലാം നമ്മൾ കുറേ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഉപഭോക്തൃ ദിനമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഷുഐബ് നബിയുടെ ചരിത്രം, ഷുഐബ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് വെറുമൊരു മതപരമായിട്ടുള്ള കഥ ആയിട്ടല്ല നമുക്ക്, അല്ലെങ്കിൽ അതൊരു ആ രൂപത്തിൽ മാത്രമല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. പിന്നെ ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കപ്പെട്ട ആദ്യത്തെ ഉപഭോക്തൃ സംരക്ഷണ പാഠങ്ങൾ കൂടിയാണ് ഷുഐബ് നബിയുടെ ചരിത്രത്തിലെ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അദ്ദേഹം മദിയൻ നിവാസികളിലേക്കാണ് നിയോഗിക്കപ്പെട്ടത്. അപ്പോൾ അന്നത്തെ അവസ്ഥ, അവരുടെ ജീവിത രീതിയിൽ തന്നെ കച്ചവടത്തിൽ കൃത്രിമത്വം കാണിക്കുന്ന ഒരു സ്വഭാവശീലമുള്ള ഒരു ജനതയായിരുന്നു മദിയൻ വാസികളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെ പിന്നെ ഏകദൈവത്വത്തിലേക്കും പ്രവാചക ഇതിലേക്കെല്ലാം ക്ഷണിച്ചുകൊണ്ട് പിന്നെ പറയുന്നതോടൊപ്പം തന്നെ അതിനേക്കാളും പിന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായ ഈ ഒരു കാര്യത്തിൽ അവരുടെ വീഴ്ചകളിലേക്കും കൂടി ചൂണ്ടിക്കൊണ്ടുകൊണ്ട് ഷുഐബ് നബി അവരെ ബോധവൽക്കരിക്കുന്ന പല സംവാദങ്ങളും നമുക്ക് ഖുർആനിലെ കൂടിയും അവരുടെ ചരിത്രം, പ്രവാചകൻ്റെ ചരിത്രം പഠിച്ചാലല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവരോട് കാര്യമായിട്ട് പ്രസക്തമായിട്ട് പറഞ്ഞത് അളവിലും തൂക്കത്തിലും കൃത്യത വരുത്തണം. നമ്മൾ അളന്ന് കൊടുക്കുമ്പോൾ ആയിക്കഴിഞ്ഞാൽ അതിൽ കുറവ് വരുത്താൻ പാടില്ല. നമ്മൾ തിരിച്ചിങ്ങോട്ട് അളന്ന് വാങ്ങുമ്പോഴാകുമ്പോഴും അതിലെല്ലാം കൃത്യത നിലനിർത്താനും, അതുപോലെ ഗുണനിലവാരവും സത്യസന്ധതയും സാമ്പത്തിക സുതാര്യതയെല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രവാചകൻ ഷുഐബ് നബിൻ്റെ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ സൂറത്ത് നമ്മളെല്ലായ്പ്പോഴും പാരായണം ചെയ്യുന്ന സൂറത്ത് മുത്തഫിഫീനിൽ അതിൽ പറയുന്നുണ്ട്, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവർക്ക് നാശമായിരിക്കും എന്നുള്ള രൂപത്തിൽ ആ ഒരു ആയത്തിൽ നമ്മളെ ബോധവൽക്കരിക്കുന്നുണ്ട്. അതുപോലെ പ്രവാചകൻ്റെ ചര്യ നമ്മൾക്ക് പഠിക്കുമ്പോൾ അതും നമുക്ക് അതിലേക്കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രവാചകന് പള്ളിയിൽ ഇബാദത്തുകളിൽ മാത്രമല്ല, അതിനുശേഷം അങ്ങാടികളിൽ പരിശോധനക്കും അങ്ങാടികളിലൂടെ നടക്കുകയും അങ്ങാടികളിൽ നടക്കുന്ന കച്ചവടത്തിലെല്ലാം ഇടപെടുകയും ചെയ്യുന്ന ഒരു പ്രവാചകനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
ഒരു തവണ പ്രവാചകൻ മദീനയിലെ അങ്ങാടിയിലൂടെ നടക്കുമ്പോഴുള്ള ഒരു ചരിത്ര സംഭവം നമുക്ക് അറിയാലോ. ധാന്യ കൂമ്പാരത്തിലേക്ക് പ്രവാചകന് കൈയിറക്കി നോക്കുമ്പോൾ അതിൽ നനഞ്ഞ, അടിയിൽ നനഞ്ഞതും മുകളിൽ ഉണങ്ങിയതുമായിട്ടുള്ള ധാന്യം വെച്ച ഈ ഒരു കച്ചവടക്കാരനോട് പിന്നെ അവരോട് പറയുന്നുണ്ട്, അത് മഴയത്ത് നനഞ്ഞു പോയതാണെങ്കിലും പിന്നെ അത് ജനങ്ങൾക്ക് കാണാൻ പാകത്തിൽ അത് വെക്കണം, എന്നിട്ടത് നനഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത് വിൽപ്പന നടത്തുകയും ഉണങ്ങിയതിൻ്റെ വിലക്കും അങ്ങനെ ആ രൂപത്തിൽ പിന്നെ അതിലൊരു പിന്നെ ആളുകൾക്ക് വഞ്ചിക്കാൻ പാടില്ല എന്നുള്ള രൂപത്തിലുള്ള ഒരു ഇത് ഹദീസിലെ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതൊരു ഉൽപ്പന്നത്തിൻ്റെ ആയാലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമാണെന്നും ഉപഭോക്താവിന് അതിൻ്റെ ഉപഭോക്താവ് വാങ്ങുന്ന സാധനങ്ങളുടെ യഥാർത്ഥ വിവരം മോശമായാലും നന്മയായാലും അത് പറഞ്ഞുകൊണ്ട് അവർക്കുള്ള ഒരു അവകാശമായിട്ട് ഇതിൽ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ മദീനയിലെ അങ്ങാടിയിൽ പിന്നെ അളവും തൂക്കത്തിലെല്ലാം കൃത്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ആളുകളെ നിയമിക്കാറുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് പിന്നെ ഒരു സ്ത്രീയെയാണ് ആ മദീനയിലുള്ള ചന്തയിൽ നിയോഗിച്ചത്. ഷിഫ ബിന്ത് അബ്ദുള്ള എന്ന സ്ത്രീയെ നിയോഗിച്ചുകൊണ്ട് പിന്നെ അങ്ങാടിയിൽ ഉപഭോക്താക്കൾക്കുള്ള അവകാശം ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്കറിയാം സൂറത്ത് ഫുർഖാനിൽ ബോധമുള്ള ഒരു ഉപഭോക്താവ് എങ്ങനെയായിരിക്കണമെന്നുള്ള അവരുടെ ഒരു സ്വഭാവ രീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. അവർ ചെലവഴിക്കുകയാണെങ്കിൽ അവർ ധൂർത്തടിക്കുകയോ പിശുക്ക് കാണിക്കുകയോ ചെയ്യാതെ മിതമായ നിലപാട് സ്വീകരിക്കുന്നവരായിരിക്കും ബോധമുള്ള ഉപഭോക്താവ്. അവർ പിന്നെ വിപണികളിലുള്ള പരസ്യങ്ങളിലോ അല്ലെങ്കിൽ അതിൻ്റെ മോടിയിലോ എല്ലാം വീണ് പിന്നെ അനാവശ്യമായിട്ടുള്ള പണം ചെലവഴിക്കാതെ ആവശ്യം, അത്യാവശ്യം, അനാവശ്യം എന്ന് ഒരു ബോധം ഉണ്ടായി ആ രൂപത്തിൽ ചെലവഴിക്കുന്ന ആളുകളായിരിക്കും ബോധമുള്ള ഉപഭോക്താവ്. അപ്പോൾ നമുക്ക് ഖുർആനിലെ കൂടിയും ചരിത്രങ്ങളിലൂടെയെല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാ ഇതിലും ഉപഭോക്താക്കൾക്ക് അവകാശങ്ങളെക്കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുമുണ്ട്. ഇവിടെ പിന്നെ നമ്മുടെ അഡ്വക്കേറ്റ് നിലോഫർ നമ്മോട് സംസാരിക്കുന്നത് പിന്നെ നിയമപരമായിട്ടുള്ള അവകാശങ്ങളെക്കുറിച്ചിട്ടും പിന്നെ അതിനുള്ള നമുക്ക് നമ്മുടെ അവകാശം നേടിയെടുക്കാനുള്ള വഴികളെക്കുറിച്ചിട്ടുമെല്ലാം അഡ്വക്കേറ്റ് നിലോഫർ ഇവിടെ സംസാരിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് നിലോഫറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ സൗണ്ട് ക്ലിയർ ആണോ? അതെ, ഓക്കെ. കുറച്ച് ചെറിയൊരു സൗണ്ട് ഇഷ്യൂ ഉണ്ട്, ഒന്ന് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്കറിയാം അല്ലേ, ഇന്ന് നമ്മുടെ ലോക ഉപഭോക്തൃ സംരക്ഷണ ദിനമാണ്. അപ്പോൾ മാർച്ച് 15 അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഏറ്റവും ഉചിതമായ ഒരു വിഷയം എന്ന് പറയുമ്പം ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അല്ലെങ്കിൽ ഈ ഒരു ഉപഭോക്തൃ സംരക്ഷണ നിയമം തന്നെയാണ്. നമുക്കിന്നറിയാം, നമ്മളിപ്പം ഇന്നത്തെ ഡെയിലി ലൈഫിൽ നമ്മൾ പലതരത്തിലുള്ള ചൂഷണത്തിലും നമ്മൾ ഇരയാവുന്നുണ്ട്. ഈവൻ മുതിർന്ന ആൾക്കാരാണെങ്കിലും കുട്ടികളാണെങ്കിൽ പോലും പലതരത്തിലുള്ള ചൂഷണങ്ങളിൽപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ കാലത്ത് ഫിസിക്കലായിട്ട് പെർച്ചേസ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കൽ പെർച്ചേസ് മീൻസ് നമ്മൾ നേരിട്ട് കടയിൽ പോയിട്ട് നടത്തുന്ന പെർച്ചേസ്. ഇനി അല്ലാതെ നമ്മളിപ്പോൾ അതിലും കൂടുതൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇപ്പം ഓൺലൈൻ പെർച്ചേസിനാണ്. അതായത് ഓൺലൈനായിട്ട് നമ്മൾ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ പലതരത്തിലുള്ള ഫിനാൻഷ്യൽ ഫ്രോഡിലും നമ്മൾ ഇരയാവുന്നുണ്ട്. പക്ഷേ എത്ര പേര് ഇതിൽ പരാതിപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. കാരണം അധികം ആരും പരാതിപ്പെടാനായി മുന്നോട്ട് വരാറില്ല. ഇതിന്റെ കാരണം എന്തായിരിക്കും? ഒന്നാമത്തെ നമുക്കറിയാം അല്ലെ, അധിക പേരും ചിന്തിക്കാൻ എന്താ, തലവേദനക്ക് കഴിയില്ല, ഒരു 10ഓ 15ഓ പോയാലും കുഴപ്പമില്ല, നമുക്ക് പോലീസോ കോടതിയോ കയറി ഇറങ്ങി കഴിയില്ല എന്നുള്ള ഒരു ചിന്തയാണ് അതിന്റെ കാരണം. അത് കൂടാതെ നമുക്കതിന്റെ പരിഹാരം, ഇനി ഇത്രയൊക്കെ കഷ്ടപ്പെട്ടാലും നമുക്കതിന്റെ പരിഹാരം എത്രത്തോളം നമുക്ക് കിട്ടും എന്നുള്ളതും ആലോചിച്ചിട്ടാണ്. പരിഹാരം കിട്ടൂല എന്നുള്ള രീതിയിലുള്ള ചിന്ത പലരെയും കേസ് കൊടുക്കുന്നതിൽ നിന്ന് ബാക്കോട്ട് വലിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു
ഈ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, ഈ നമ്മുടെ രാജാവ് എന്നാണ് പറയാ അല്ലെ. കൺസ്യൂമർ ഇസ് ദ കിങ് ഓഫ് ദ മാർക്കറ്റ് എന്നാ നമ്മൾ പറയാം. കാരണം ഈ 2019 ഇതിന്റെ ഒരു അമെൻമെന്റ് വന്നിട്ടുണ്ട് ഈ നിയമത്തില്. അപ്പൊ ഇതിൽ പ്രത്യേകം പറയുന്ന വെച്ചാൽ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഉപഭോക്താക്കൾ, സാധനം അല്ലെങ്കിൽ സർവീസ് ആരാണോ തേടുന്നത് അവരെയാണ് നമ്മൾ ഒരു പൈസ കൊടുത്ത് ഒരു സാധനം വാങ്ങിക്കുകയോ അതുപോലെ നമ്മളൊരു സർവീസ് പറ്റുകയോ ചെയ്താലാണ് നമ്മളൊരു ഉപഭോക്താവ് എന്നുള്ള അണ്ടറിൽ വരിക. അപ്പോൾ ശരിക്കും നമ്മളെ ഇപ്പോഴത്തെ ഈ പുതിയ നിയമം അനുസരിച്ചിട്ട് കൺസ്യൂമർ എന്നത് ശരിക്കും നമ്മളൊരു രാജാവ് തന്നെയാണ്. കാരണം അത്രയും റൈറ്റ്സ് ആൻഡ് ഇതൊക്കെ നമുക്ക് അവകാശങ്ങളൊക്കെ നമുക്ക് ഈ നിയമം ഉറപ്പുവരുത്തുന്നുണ്ട്. പക്ഷെ അതിൽ പല നിയമങ്ങളും നമുക്ക് അറിയില്ല എന്നുള്ളതാണ് ഒരു സത്യം എന്ന് പറയാനുള്ളത്. നമുക്കിപ്പം ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു നിയമം പറയുകയാണെങ്കിൽ ഇതിന്റെ തുടക്കത്തിലുള്ള നിയമം 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമമാണ്. അപ്പൊ അതിനുശേഷം അതിലെ കുറെ പോരായ്മകളൊക്കെ കാരണം 2019 കൺസ്യൂമർ അല്ലെങ്കിൽ നമ്മൾ ഉപഭോക്താക്കൾക്ക് കുറച്ചും കൂടി കൂടുതൽ അവകാശങ്ങളും കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഉറപ്പുവരുത്തുന്ന രീതിയിൽ 2019 ഈ പഴയ നിയമത്തിന്റെ ഒരു ഭേദഗതി വന്നത്. ആ നിയമമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, ആപ്ലിക്കബിൾ ആവുന്നത്. നമ്മൾ ഈ 2019 നിയമം അനുസരിച്ചിട്ടാണ് ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഈ നിയമം എന്ന് പറയുമ്പം നിലവിൽ വന്നത് 20 ജൂലൈ 2020 ഈ നിയമം നിലവിൽ വന്നത്. പിന്നെ ഇതിന്റെ എന്താ പറയാ എക്സ്റ്റെൻഡ് നമ്മൾ അതും കൂടി അറിയണം. കാരണം ഇപ്പൊ നമുക്കിപ്പോ ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള ആളാണ് അല്ലെങ്കിൽ നമ്മളിപ്പം ഗൾഫിലുള്ള ആളാണെങ്കിൽ നമുക്കത് അവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്യൂല. ഇത് ഇന്ത്യയിൽ മാത്രമേ എക്സ്റ്റെൻഡ് ചെയ്യുള്ളൂ. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ കേസ് സംബന്ധിച്ചിട്ട് നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റും. അതൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഈ നിയമത്തിലെ പ്രധാനപ്പെട്ട ചേഞ്ച് അല്ലെങ്കിൽ ഭേദഗതി എന്നുള്ളത് ഞാൻ പറയാം. നോർമൽ കേസിൽ നമ്മൾ ഇത്രയും കാലം എന്ന് പറയുമ്പം നമുക്ക് എവിടെയാണോ നമ്മുടെ കട അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്ത ഷോപ്പോ അല്ലെങ്കിൽ നമ്മൾ ആരുടെ സർവീസ് ആണോ പറ്റിയത്, അപ്പൊ കൈപ്പറ്റിയത് ആ ഒരു ജൂറിസ്ഡിക്ഷനിൽ അല്ലെങ്കിൽ ആ ഒരു അധികാര പരിധിയിൽ ആ സ്ഥലത്ത് മാത്രമേ നമുക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ ഈ പുതിയ നിയമപ്രകാരം, പുതിയ മീൻസ് 2019 അതാ ലേറ്റസ്റ്റ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പൊ ആ നിയമപ്രകാരം നമുക്ക് എവിടെ വേണമെങ്കിലും, നമുക്കിപ്പോ ഞാനിപ്പോ ഇവിടെയാണ്, എനിക്കിപ്പോ തലശ്ശേരി നിന്നാണ്, ഞാൻ ഇന്നൊരു കണ്ണൂരിന്നോ ഞാൻ ഇന്നൊരു പ്രോഡക്റ്റ് വാങ്ങി, നാളെ ഞാൻ ഡൽഹിയിലേക്ക് പോയി, എനിക്ക് ടൈമില്ല കേസ് ഫയൽ ചെയ്യാൻ, നാളെ ഞാൻ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടുന്ന് വേണമെങ്കിൽ ഈ കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു ഈ ഒരു പുതിയ നിയമം പ്രകാരം നമുക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, നമ്മളൊരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ നമ്മൾ കൈപ്പറ്റിയിട്ട് 2 വർഷം കഴിഞ്ഞാൽ നമുക്ക് ഇത് സംബന്ധിച്ചുള്ള കേസുകളൊന്നും ഫയൽ ചെയ്യാൻ പറ്റൂല. 2 വർഷമാണ് ഇതിന്റെ ലിമിറ്റേഷൻ പീരിയഡ് എന്നുള്ളത്. അപ്പൊ അതൊരു പ്രധാന മാനദണ്ഡമാണ് ഇതില്. പിന്നെ ഇതിലിപ്പോ നമ്മൾ പറയാന്ന് വെച്ചാല്, ഇതിലിപ്പോ ഈ നിയമത്തിനെ കുറിച്ച് നമ്മൾ പറയാന്ന് വെച്ചാല്, ഈ നിയമം എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു നിയമമാണ്. ഇതെന്ന് പറയുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുമാണ് ഈ നിയമ വ്യവസ്ഥ ഉൾക്കൊള്ളുന്നത്. പിന്നെ ഇതില് നമ്മളിപ്പം മെയിനായിട്ട് പറയാന്ന് വെച്ചാല്, ഇതിലിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതില് കൂടുതലും ഇപ്പം പഴയ പോലെയല്ല. കാരണം വെച്ചാൽ നമ്മളിപ്പോ ഒരാളടുത്ത് ഒരു പ്രോഡക്റ്റ് വാങ്ങി, ഒരു സാധനം വാങ്ങി, ഇപ്പം എന്തായിക്കോട്ടെ ആ സാധനം, അതിപ്പം നമ്മളിപ്പം അതിനെന്തെങ്കിലും ഒരു കേടുപാടോ നഷ്ടം ഉണ്ടെങ്കിൽ നമുക്കത് ആ ഉണ്ടാക്കിയ ആൾക്കാർക്കെതിരെ, ആരാണോ ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സർവീസ് ആരാണോ ചെയ്തത് അവർക്കെതിരെ നമുക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് കൺസ്യൂമർ കോടതി, എല്ലാ ജില്ലയിലും കൺസ്യൂമർ കോടതി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതെന്ന് പറയുമ്പം ഡിസ്ട്രിക്ട് അണ്ടറിലാണ് കൺസ്യൂമർ കോടതി ഉണ്ടാവുക. ഇനി അതിൽ നിന്നുള്ള അപ്പീല് നമ്മുടെ സ്റ്റേറ്റ് കമ്മീഷനുകൾ ഉണ്ട്, അതിലും നല്ല അപ്പീല് നാഷണൽ കമ്മീഷനുകൾ ഉണ്ട്. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പിന്നെ ഇതില് നമുക്ക് അങ്ങനെ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങി, അതിനെന്തെങ്കിലും കേടുപാടുണ്ട്, ഇപ്പൊ ടിവിയോ ഫ്രിഡ്ജോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആ മാനുഫാക്ചർക്കെതിരെ 6 മാസം വരെ അവർക്ക് തടവ് കിട്ടും. അതുപോലെ തന്നെ 1 ലക്ഷം രൂപ വരെ ഫൈനും ഉള്ള കുറ്റമാണ് അവർ ചെയ്തിരിക്കുന്നത്. അത്രയും ഇത് കാര്യമായി സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ്, നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റൂല. പിന്നെ നമ്മളിപ്പം ഇനി വേറെ കേസ്, നമുക്ക് എന്തെങ്കിലും ഒരു പരിക്ക് പറ്റി, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പം കുറെ ക്രീമുകൾ ഉണ്ട് അല്ലെ മാർക്കറ്റിൽ, ഓൺലൈനായിട്ടും അല്ലാണ്ടും കുറെ ക്രീമുകൾ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള ക്രീമുകൾ തേച്ചിട്ട് ഈ പറഞ്ഞ പോലെ കിഡ്നി കംപ്ലൈന്റും ഇതൊക്കെ ഉള്ള കുറെ കേസുകൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റീസെന്റ് ആയിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഫോർ എക്സാമ്പിൾ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ എന്താണ്
7 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റമാണത്. അത് കൂടാതെ 5 ലക്ഷം രൂപ ഫൈനും അതിന് കിട്ടും. കാരണം അത്രയും സീരിയസ്, കുറച്ചും കൂടി അതിന്റെ ഡെൻസിറ്റി കൂടുതലാണ്. ഇനി അഥവാ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു മെഷീനാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനമാണ്, ആ സാധനം വാങ്ങിച്ച് ആ സാധനം അവരെ ഡിഫക്റ്റ് കൊണ്ട് ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ അതിന് 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ ഫൈനും കിട്ടാവുന്നതാണ്. ഇനി ഇങ്ങനെയുള്ള ശിക്ഷകൾ ജീവപര്യന്തം വരെ നീളാനും സാധ്യതയുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഈ പുതിയ നിയമത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്കറിയാലോ, ഇപ്പോ നമ്മളിപ്പം ഈ ഒരു ഗുണം വെച്ചാൽ ഈ പുതിയ നിയമപ്രകാരം നമ്മളിപ്പോ കൂടുതലും ഓൺലൈനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെ. കൂടുതലും എല്ലാവരും ഓൺലൈനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇ കോമേഴ്സ് അല്ലെങ്കിൽ ഓൺലൈൻ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലത്തെ സൈറ്റുകളും ഇതില് പിന്നെ ലയബിൾ ആണ്. കാരണം അവരും ഇതിന്റെ അണ്ടറിൽ വരും, പരിധിയിൽ വരും. നമ്മൾ വിചാരിക്കും ഫിസിക്കലി നമ്മൾ പോയി സാധനം വാങ്ങിച്ചാൽ അല്ലെങ്കിൽ അങ്ങനത്തെ സർവീസ് ഡിഫക്റ്റ് മാത്രമേ ഇതിൽ പറ്റുള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത സാധനങ്ങൾക്കും നമുക്ക് കൃത്യമായിട്ട് അതിനുള്ള ഇത് ഈ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ചില കേസിൽ നമ്മൾ കാണാം അല്ലെ, ചില പ്രോഡക്റ്റ് ഒക്കെ ഈ ബ്രാൻഡ് അംബാസഡർമാർ പരസ്യം ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ഇനി അത് ഉപയോഗിച്ച് ആ പരസ്യം കണ്ട് അത് നമ്മൾ ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറി പറ്റിക്കാൻ അതിനും അവർക്ക് ഹ്യൂജ് ആയിട്ടുള്ള ഫൈന് അവർക്ക് ഈടാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം തെറ്റിദ്ധരിപ്പിക്കുന്ന കുറെ പരസ്യങ്ങളുണ്ട് അല്ലെ. തെറ്റിദ്ധരിപ്പിക്കുന്ന കുറെ പരസ്യങ്ങൾക്കും അതിൻ്റെതായ പിഴ ഉണ്ട്. ഇപ്പം മുടി വളരുക എന്നുള്ള രീതിയിൽ ചില ഓയിലൊക്കെ ഓരോ ആൾക്കാർ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് അല്ലെ. അതൊക്കെ തേച്ച് കഷണ്ടിയായ ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കും ഇതൊക്കെ ഇതിന്റെ അണ്ടറിൽ പിന്നെ പരാതി കൊടുക്കാം, ഇതിന്റെ അണ്ടറിൽ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇനി ആരാണ് ഉപഭോക്താവ് നമ്മൾ അറിയണം അല്ലെ. നമുക്ക് എന്താണ് കൺസ്യൂമർ എന്നുള്ളത്, കൺസ്യൂമർ കോടതി എവിടെയാണ്, എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇനി ഏതാണ് ഉപഭോക്താവ് എന്നുള്ളത്, അല്ലെങ്കിൽ ആരാണ് ഉപഭോക്താവിന്റെ അണ്ടറിൽ വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് നമ്മളിപ്പോ ഒരു സാധനം നമ്മളിപ്പം വാങ്ങിക്കുന്നു, ഒരു സാധനം നമ്മൾ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സർവീസ് നമ്മളിപ്പോ എന്തെങ്കിലും സർവീസ് ചെയ്യാൻ കൊടുക്കുമ്പോൾ, ഒരു സർവീസ് എന്തെങ്കിലും നമ്മൾ കൈപ്പറ്റുമ്പോൾ അല്ലെങ്കിൽ സർവീസ് നമ്മൾ നേടുമ്പോൾ നമുക്ക് അതിന് പണം കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അല്ലെ. അപ്പം നമുക്ക് തീർച്ചയായിട്ടും അവിടെ മുതൽ ആ നിമിഷം മുതൽ നമ്മൾ ഉപഭോക്താവ് ആവുകയാണ്, അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ എന്നുള്ള ടൈറ്റിലിൽ നമ്മൾ വരികയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മളിപ്പം TV വാങ്ങിക്കുന്നു, ഇപ്പൊ TVയോ അല്ലെങ്കിൽ ഫ്രിഡ്ജോ അങ്ങനെയൊക്കെ വാങ്ങിക്കുന്നു. അതിന് വാങ്ങിച്ച് ചുരുക്കം ദിവസങ്ങളിലുള്ളിൽ അല്ലെങ്കിൽ ചുരുക്കം മാസങ്ങളിലുള്ളിൽ തന്നെ അത് കംപ്ലൈന്റ് ആവാണ്, അതിന്റെ വാറണ്ടി നിലനിൽക്കെ. അപ്പൊ നമുക്ക് എന്താ, അത് റിട്ടേൺ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അത് റിട്ടേൺ ചെയ്ത് അവർ സഹകരിക്കുന്നില്ലെങ്കിൽ നമുക്ക് കോടതി വഴി ചെയ്യാൻ പറ്റും. ഇനിയല്ല കോടതി വഴി അല്ലെങ്കിലും ഓൺലൈനായിട്ട് നമുക്ക് തന്നെ സ്വയം കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇനിയല്ല നമുക്ക് കോടതി വഴി തന്നെ വക്കീലന്മാർ ഇല്ലാതെ തന്നെ സ്വന്തമായി കേസ് നടത്തി ചെയ്യാനും പറ്റും. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പം സാധനം വാങ്ങിക്കുന്നത് മാത്രമല്ല, നമ്മളിപ്പം ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു അല്ലെ. എല്ലാവരും ഇന്ന് ഓൺലൈനായിട്ടൊക്കെ അല്ലാതെയൊക്കെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യൂലേ. അപ്പൊ അതിൽ വരുന്ന ഡെഫിഷ്യൻസി, ആ ഒരു സർവീസിൽ വരുന്ന ഡെഫിഷ്യൻസി ഉണ്ടാവും. പിന്നെ ഹോസ്പിറ്റൽ ഫീസ് നമ്മൾ അടയ്ക്കുന്നുണ്ട്, അതുപോലെ ഓൺലൈനായിട്ട് ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട്, അതുപോലെ ഇൻഷുറൻസ് പോളിസി നമ്മൾ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ പലതരത്തിലുള്ള ബാങ്കിങ് സർവീസുകൾ നമ്മൾ തേടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മെഡിക്കൽ നെഗ്ലിജൻസ്, ഈ ഹോസ്പിറ്റൽ സംബന്ധിച്ചിട്ട് പല കൈ അബദ്ധങ്ങളും അവർക്കും ഹോസ്പിറ്റലുകാർക്കും ഒക്കെ പറ്റുന്നുണ്ട്. ഇപ്പം പലതരത്തിലുള്ള ഓപ്പറേഷന് വിധേയമായിട്ടും അത് മാറിപ്പോവുക, തെറ്റായി ഓപ്പറേഷൻ ചെയ്യുക, എന്നിട്ട് അത് രോഗിക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ രോഗി മരണപ്പെടുകയോ ഉണ്ടായ സാഹചര്യത്തിൽ എന്താണ് ഈ മെഡിക്കൽ നെഗ്ലിജൻസ്, അതിനാണ് നമ്മൾ മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറയുന്നത്. അതുപോലെയുള്ളവർക്കും നമുക്ക് എന്താ ഇതിന്റെ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമത്തിന്റെ അണ്ടറിൽ വരും. അതൊക്കെ നമുക്ക് ഇതനുസരിച്ച് നമുക്ക് കേസുകൾ ഫയൽ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ആരാണ് ഉപഭോക്താവ് എന്നുള്ളത് കണ്ടു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇത് എങ്ങനെയാണ്, എവിടെയാണ് പരാതി കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഇതിപ്പോ നമ്മളെന്ന് പറയുമ്പം ഈ കൺസ്യൂമറിന് മാത്രമല്ല കേട്ടോ, ചില ആൾക്കാർക്ക് ഈ കേസ് കൊടുക്കാനുള്ള മടി ഉണ്ടാവും. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ ആണോ? ഓക്കെ. അതായത് ചില ആൾക്കാർ നമ്മൾ മടിക്കുമല്ലേ, അയ്യോ നമുക്ക് ഒരു ഇത് പറ്റി, അബദ്ധം പറ്റി, ഇനി അത് ആരോടും പറയണ്ട, ഒന്നും ചെയ്യണ്ട, എനിക്ക് അതിനുള്ള ധൈര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിൽക്കും. പക്ഷെ
നമ്മൾ കൺസ്യൂമർ തന്നെ ആവണമെന്നില്ല. ഇപ്പൊ നമ്മൾ നേരിട്ട് വാങ്ങിച്ച സാധനത്തിന് നമുക്ക് വേറെ ആൾക്കാരെ കൊണ്ട് കേസ് ഫയൽ ചെയ്യിപ്പിക്കാനും പറ്റും. പലതരത്തിലുള്ള, അതെങ്ങനെയാന്ന് വെച്ചാല് പലതരത്തിലുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉപഭോക്തൃ സംഘടനകൾ ഉണ്ടാവും. പലതരത്തിലുള്ള ഓർഗനൈസേഷൻസ് ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അവര് വഴി, ഫോർ എക്സാമ്പിൾ കൺസ്യൂമർ വിജിലൻസ് സെന്റേഴ്സ് ഉണ്ട്. അപ്പൊ അവര് വഴി നമുക്ക് എന്താ നമ്മുടെ കേസ് മുന്നോട്ട് വയ്ക്കാൻ പറ്റും. അതായത് നമ്മൾ, പക്ഷെ അവര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഒരു കമ്പനി ആയിരിക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇനി വേറെ നമുക്ക് പറ്റൂല, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് വേറെ ആൾക്കാരെ ഓതറൈസ് ചെയ്യാം. വേറെ ആൾക്ക് ഓതറൈസേഷൻ കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കേസ് ഫയൽ ചെയ്യാൻ പറ്റും. ഇനി ഗവൺമെന്റിന് ഫയൽ ചെയ്യാൻ പറ്റും, സെൻട്രൽ ഗവൺമെന്റിന് ഫയൽ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒരേ കാര്യത്തിന് വേണ്ടി, അതായത് ഒരേ താല്പര്യമുള്ള കുറെ കൺസ്യൂമർ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ അവർക്കെല്ലാം ഒറ്റക്കെട്ടായിട്ട്, അതായത് എല്ലാവർക്കും ഒരു നഷ്ടം ഉണ്ടായിട്ടുള്ളൂ, പക്ഷെ അത് എല്ലാവരെയും ബാധിച്ച കാര്യമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഭോപ്പാൽ ഗ്യാസ് ട്രാജഡീന്റെ സംഭവം നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. 1984 മറ്റോ ആണ് അത് നടന്നത്. അപ്പൊ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ള ഇൻസ്റ്റൻസ്, അല്ലെങ്കിൽ ഇവിടെ ഒരു കുറെ വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഈ ചാലക്കൊക്കെ നടന്ന ഒരു സംഭവമില്ലേ, ഈ ടാങ്കർ ലോറി മറിയുക, അതിൽ കുറെ പേർക്ക് അത് ബാധിച്ചിട്ടുണ്ട്, കുറെ പേർക്ക് അതിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇൻസ്റ്റൻസിലൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരാള് മുന്നോട്ട് വന്നിട്ട് ഫയൽ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഓപ്ഷനും ഇതിലുണ്ട്. പിന്നെ ചില കേസിൽ നമ്മുടെ ചെറിയ കുട്ടികളായിരിക്കും അല്ലെ, ചെറിയ മക്കളായിരിക്കും ചില കേസിൽ ഈ നമ്മൾ അറിയാതെയോ അറിഞ്ഞോ ഒക്കെ അവരായിരിക്കും ഇന്ന് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ട്. കേൾക്കാവോ? ക്ലിയർ ആണ്. അതായത് ചെറിയ കുട്ടികൾ അല്ലെ, ഇന്ന് ചെറിയ കുട്ടികൾക്കാണ് ഭയങ്കര ക്രേസ്. കാരണം അവരാണ് മൊത്തം ഈ ഓൺലൈനിൽ ഇരിക്കുന്നതും, അവരാണ് ഓരോന്ന് ഓർഡർ ചെയ്യുന്നതും ഒക്കെ. അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ അവർ ഓർഡർ ചെയ്യുന്നുണ്ട്. ഇനി അവർ ഓർഡർ ചെയ്താൽ പോലും അവർ മൈനർ ആണ് അല്ലെ, അവർ പ്രായപൂർത്തിയായിട്ടുണ്ടാവില്ല. 18 വയസ്സിന് താഴെയുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അവരെ രക്ഷിതാക്കൾക്കോ അല്ലെ അവരെ ലീഗൽ ഗാർഡിയൻ ആരാണോ അവർക്ക് ഈ കേസ് ഫയൽ ചെയ്യാൻ പറ്റും. അപ്പൊ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മുതിർന്ന ആൾക്കാർ ആരാണോ അധികാരപ്പെട്ട ആൾക്കാർക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റും. ഇനി ഇങ്ങനെ ഈ കൺസ്യൂമർ അല്ലെങ്കിൽ ഉപഭോക്താവ് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാല് ഈ കൺസ്യൂമർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലീഗൽ ഹയർ അല്ലെങ്കിൽ ലീഗൽ റെപ്രസെന്റേറ്റീവ്, നമ്മൾ മരണശേഷം അവരെ ലീഗൽ ഹയർ ആരാണോ അവരെ ലീഗൽ റെപ്രസെന്റ്, അവരെ മക്കളോ അല്ലെ അവരെ വേണ്ടപ്പെട്ട ആരാണോ അവർ വഴിയും മരണപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് പോലും നമുക്ക് ഇതിൽ കേസ് ഫയൽ ചെയ്യാൻ പറ്റും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സ്വന്തമായിട്ട് വേണമെങ്കിൽ നമുക്ക് കേസ് ഫയൽ ചെയ്യാം. അങ്ങനെ ഫയൽ ചെയ്യുന്ന ചുരുക്കം ചിലരുണ്ട്. പക്ഷേ കൂടുതൽ കോംപ്ലിക്കേഷനും ഇതൊക്കെ ഉണ്ടെങ്കിൽ വക്കീലിനെ വെച്ചിട്ട് കേസ് ഫയൽ ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ 3 മാസം മുതൽ 6 മാസം വരെയാണ് ഇങ്ങനെയുള്ള കേസ്. നമ്മളിപ്പം ആർക്കൊക്കെ ഫയൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ പറഞ്ഞ്, ആർക്കൊക്കെയാണ് ഇത് ഫയൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് പറഞ്ഞു. ഇനി നമുക്കിതിൽ എന്തിനൊക്കെയാണ് എന്നുള്ളത് ഞാൻ ഇപ്പം നമ്മൾ പറയാന്ന് വെച്ചാൽ, ഇപ്പം ഇങ്ങനെ ഉണ്ടാവില്ലേ പലതരത്തിലുള്ള ചീറ്റിങ്. അതായത് ഇപ്പം നേരത്തെ പറഞ്ഞു അല്ലേ, ചതി എന്നുള്ളത് നമ്മളെ ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ്. പലതരത്തിലുള്ള ചതി, ചീറ്റിങ്, പിന്നെ ഈ മായം ചേർക്കൽ അല്ലേ, ഫുഡ് സാധനങ്ങളിലൊക്കെ മായം ചേർക്കുക, കരിഞ്ചന്തയിൽ അത് വിൽക്കുക, തെറ്റായ പരസ്യം കൊടുക്കുക, കംപ്ലൈൻ്റ് ഉള്ള സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ എന്താ പറയുക, ഈ സർവീസ് സെൻ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ മര്യാദയ്ക്ക് നമുക്ക് സർവീസ് ചെയ്തു തരാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് നമ്മളിപ്പം ചിലത് നമ്മളിപ്പം ഡെയിലി ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ലേറ്റ് ആയിട്ടൊക്കെ ഡെലിവറി ചെയ്യുന്നതുണ്ട്. ചില കൊറിയർ സർവീസുകളൊക്കെ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞിട്ടും കിട്ടാത്തതുണ്ട്. പിന്നെ അതുപോലെ ഫോൺ റിപ്പയർ, അതുപോലെ തന്നെ തെറ്റായിട്ട് കറണ്ട് ബില്ല്, അനധികൃതമായിട്ട് കറണ്ട് ബില്ല് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, അന്യായമായിട്ടുള്ള ഹോട്ടൽ ചാർജ് എടുക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇതേപോലെ പലതരത്തിലുള്ള ഇൻഷുറൻസ് സംബന്ധിച്ചുള്ള പലതരത്തിലുള്ള എല്ലാം ഇതിൽ വരുന്നതാണ്. ഞാൻ എൻ്റെ എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മളൊരു ഉപഭോക്താവ് എന്നുള്ള ഇതിലാണെങ്കിൽ നമ്മൾ ഒരു സാധനം വാങ്ങുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തണം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ മെയിനായിട്ട് ക്വാണ്ടിറ്റി, ക്വാളിറ്റി ആൻഡ് പ്രൈസ്. അതായത് ഒരു സാധനം അതിൻ്റെ ക്വാണ്ടിറ്റി, അളവ്, അതിൻ്റെ ക്വാളിറ്റി, ഗുണനിലവാരം, അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസ്, വില, ഇത് മൂന്നും അതിൻ്റെ മേലെ തന്നെ രേഖപ്പെടുത്തിയിരിക്കണം എന്നുള്ള നിയമമാണ് ഇപ്പം പുതിയതായിട്ടുള്ളത്. അപ്പോൾ അത് പ്രകാരം നമുക്ക് ഒരു പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ വെരിഫൈ ചെയ്തിട്ട് വേണം നമ്മളത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ആ സാധനം വാങ്ങിക്കണ്ട.
അല്ലെങ്കിൽ ഇതൊന്നും രേഖപ്പെടുത്താത്ത ഒരു സാധനം വാങ്ങിച്ച് നമുക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ അതെന്താ, അതിനുവേണ്ടി നമുക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ പറ്റും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തം എന്നുള്ളത് നമ്മൾ കറക്റ്റ് അത് എല്ലാം ഓരോ എന്ത് സാധനം വാങ്ങിച്ചോട്ടെ, അത് എന്ത് സാധനം വാങ്ങിക്കുന്നതാണെങ്കിലും അതിൻ്റെ അളവ്, ഗുണനിലവാരം, അതിൻ്റെ വില, ഇതൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. പിന്നെ ഇതിലിപ്പം ഇനി നമ്മളിപ്പം ഇത് അവകാശങ്ങൾ അല്ലേ, ഇതിലിപ്പം അവകാശങ്ങൾ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിലിപ്പം നമ്മൾ അവകാശങ്ങൾ എന്ന് പറയുമ്പം മെയിനായിട്ട് സേഫ്റ്റിക്കുള്ള അവകാശം, റൈറ്റ് ടു സേഫ്റ്റി. അതായത് നമുക്ക് അപകടകരമായ വിധമുള്ള സാധനങ്ങൾ അവർ വിൽക്കാനോ നമുക്കത് വാങ്ങിച്ച് നമുക്ക് എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ അതിന് സേഫ്റ്റിക്കുള്ള അവകാശം നമുക്കുണ്ട്. അത് സാധനത്തിലായിക്കോട്ടെ സർവീസിലായിക്കോട്ടെ. ഇനി ഒരു ഇൻഫോർമേഷൻ, റൈറ്റ് ടു ഇൻഫോർമേഷൻ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ക്വാണ്ടിറ്റി, ക്വാളിറ്റി, പ്രൈസ്, പ്യൂരിറ്റി, ഗുണനിലവാരം, അളവ്, വില, പരിശുദ്ധി, ഇതൊക്കെ ഉറപ്പ് വരുത്തുന്ന രീതിയിൽ ഉള്ള സാധനമേ നമ്മൾ വാങ്ങിക്കണ്ടു. നമ്മളാരും നിർബന്ധിക്കുന്നില്ലല്ലോ, നമ്മൾ അതൊക്കെ വെരിഫൈ ചെയ്തിട്ട് വാങ്ങിച്ചാൽ മതി, എന്നാൽ പിന്നീടുള്ള റിസ്ക് ഇല്ല. ഇനി ഇത് അന്നും നോക്കാതെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള ഓപ്ഷൻ ഇതാണ്. അപ്പോൾ അതിൽ നമുക്ക് അത് അറിയാനുള്ള അവകാശമുണ്ട്. ഒരു ആസ് എ കൺസ്യൂമർ എന്ന രീതിയിൽ നമുക്ക് ഒരു പ്രോഡക്റ്റ് അത് എന്തൊക്കെയാണ് അതിൻ്റെ ബാക്കിൽ അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ വായിച്ച് ഉറപ്പ് വരുത്താനുള്ള അവകാശം നമുക്കുണ്ട്. പിന്നെ റൈറ്റ് ടു ചൂസ്, തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. തിരഞ്ഞെടുക്കാനുള്ള അവകാശം എന്ന് പറയുമ്പം നമുക്ക് പലതരത്തിലുള്ള ഗുഡ്സ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് നോക്കി വാങ്ങിച്ചാൽ മതി, ആരും നമ്മളെ നിർബന്ധിക്കില്ല. നമുക്ക് നോക്കി നമ്മളെ പറ്റിയത് നമ്മൾ വാങ്ങിച്ചാൽ മതി, അതിനുള്ള അവകാശം നമുക്കുണ്ട്. പിന്നെ കൂടാതെ റൈറ്റ് ടു ബി ഹേർഡ്, അതായത് നമുക്ക് എന്താണോ സംസാരിക്കാനുള്ളത് അത് നമ്മൾ സംസാരിക്കാനുള്ള ഇത് നമുക്കുണ്ട്, അവകാശമുണ്ട്. കൺസ്യൂമർ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പം അത് പരിഗണിക്കപ്പെടേണ്ട സംഭവം തന്നെയാണ്. നമുക്ക് അത്രയും അവകാശങ്ങൾ ഇതിൽ നിയമം ഉറപ്പ് വരുത്തുന്നുണ്ട്. പിന്നെ റൈറ്റ് ടു സീക്ക് റിഡ്രസൽ, അതായത് നമുക്ക് പരിഹാരം തേടാനുള്ള അവകാശമുണ്ട്. അതായത് ഇങ്ങനത്തെ മാൽ പ്രാക്ടീസും ഇങ്ങനത്തെ അൺഫെയർ ആയിട്ടുള്ള പ്രാക്ടീസൊക്കെ ഇങ്ങനെ പലതരത്തിലുള്ള ചതിയും വഞ്ചനയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പരിഹാരം കണ്ടെത്താൻ വെച്ചാൽ ഇതുപോലെ നമ്മൾ നഷ്ടപരിഹാരത്തിന് വേണ്ടി കൊടുത്ത് കോടതി വഴിയോ അല്ലെങ്കിൽ നമ്മൾ സ്വയമോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ ഒക്കെ ഇന്ന് നമുക്ക് ഇതാക്കാം, ഇമെയിൽ അയച്ചിട്ടോ ഒക്കെ വേണമെങ്കിൽ പരാതി കൊടുക്കാം. ഇനി കൺസ്യൂമർ വിദ്യാഭ്യാസം അല്ലെങ്കിൽ റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്നുള്ള അവകാശമുണ്ട് നമുക്ക്. കാരണം നമ്മുടെ അവകാശങ്ങൾ എന്താണെന്ന് അറിയാനുള്ള അവകാശം നമുക്കുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ബേസിക് അവകാശങ്ങൾ നമുക്ക് അറിഞ്ഞാലേ അത് ലംഘിക്കപ്പെട്ടോ എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്കിപ്പം ഏതൊക്കെയാണ് ഇതിൻ്റെ അണ്ടറിൽ വരിക എന്നുള്ളത് ഒരു ലാമാനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്കത് അവെയർ ആവണമെന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിയാൽ നമുക്ക് അതിനനുസരിച്ചിട്ട് നമ്മുടെ ടൈം വേസ്റ്റ് ആക്കാതെ നമ്മളെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്കൊരു പരാതി കൊടുക്കാൻ പറ്റും. ഇനി നമ്മളിതിൽ പരാതി കൊടുക്കാന്ന് പറഞ്ഞല്ലോ, അതിപ്പം നമുക്കിത് വലിയ ടാസ്ക് ഒന്നുമല്ല കേട്ടോ. കാരണം നമ്മൾ എന്താ പറയുക, നമുക്കിപ്പം ഞാൻ പറഞ്ഞല്ലോ ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പം ഈ പറഞ്ഞ പോലെ ഇതിൽ നമ്മൾ എന്താ പറയുക, നമുക്കറിയാം ഇതിൽ എന്താ പറയുക, ഇതിലിപ്പം നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാന്ന് വെച്ചാൽ ഒരു ടിവിയോ ഫ്രിഡ്ജോ എന്തോ ആയിക്കോട്ടെ, അത് നമുക്കിപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ട് ഒരു 2-3 മാസം അല്ലെങ്കിൽ 2-3 ദിവസം കൊണ്ട് അത് കേടായി. ആ ടി വി മാറ്റിത്തരണം. നമ്മൾ ആദ്യം നല്ല രീതിയിൽ നമ്മൾ വിളിച്ചിട്ടാണ് സംസാരിക്കുക അല്ലേ, ഷോപ്പുകാരോട് നമ്മൾ നല്ല രീതിയിൽ വിളിച്ച് സംസാരിക്കും. അത് മാറ്റി തരൂല എന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റൂല, നമ്മൾ പൈസ റീഫണ്ട് ഇല്ല, അല്ലെങ്കിൽ സാധനം പിന്നെ മാറ്റി തരൂല, ഇത് നന്നാക്കി തരാമെന്ന് പറയാണ്. പക്ഷേ അങ്ങനെയുള്ള കേസിൽ നമുക്ക് റീപ്ലേസ്മെൻ്റ് ആണ് വേണ്ടതെന്ന് തറപ്പിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പഴയ സാധനം ഇല്ലല്ലോ, നമ്മൾ പുതിയ സാധനം എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ പഴയ സാധനം നന്നാക്കി എടുക്കാന്നല്ലല്ലോ നമുക്ക് ലക്ഷ്യം. നമുക്കത് സാധനം മാറ്റി വാങ്ങണം അല്ലെങ്കിൽ പൈസ തിരിച്ചു തരണം. അത് നമുക്ക് അവരോട് സ്ട്രോങ് ആയിട്ട് പറയാനുള്ള അവകാശം നമുക്കുണ്ട്. ഇനിയല്ല അവരത് സഹകരിക്കുന്നില്ല, അവരത് തരുന്നില്ല എന്നാണെങ്കിൽ നമ്മളിപ്പം ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഏത് കടയിൽ നിന്നാണോ വാങ്ങിച്ചത് ആ കടയിലേക്ക് ആ കടേനെ നമ്മൾ എതിർകക്ഷിയാക്കണം. നമ്മളിപ്പോൾ നോർമൽ കേസിൽ ഒരു പരാതി കൊടുക്കുമ്പോൾ നമ്മളാണല്ലോ പരാതിക്കാരിയോ പരാതിക്കാരനോ ആവട്ടെ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എതിർകക്ഷി ആരാന്ന് വെച്ചാൽ ഒന്നാ കടക്കാർ എതിർകക്ഷിയാവും, 2 അത് ഉണ്ടാക്കിയ ആൾക്കാർ. ഓരോ കമ്പനി ഉണ്ടാവില്ലേ, LG ആയിക്കോട്ടെ സാംസങ് ആയിക്കോട്ടെ,
അവരായിരിക്കും എതിർകക്ഷിയായിട്ട് രണ്ടാമത് ചേർക്കുക. ഇനി മൂന്നാമത്തെ ആൾക്കാരായിട്ട് നമ്മൾ ചേർക്കുക, അത് സർവീസ് സെൻറ്റർ ഉണ്ടാവും. ഓരോന്നിനും അതിൻ്റെതായ സർവീസ് സെൻറ്റേഴ്സ് ഉണ്ടല്ലോ. ആ സർവീസ് സെൻറ്ററിനെയാണ് മൂന്നാമത് എതിർകക്ഷിയായിട്ട് നമ്മൾ ചേർക്കുക. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എതിർകക്ഷിയായി ചേർത്തിട്ട് നമുക്ക് കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ പറ്റും. കോടതിയിൽ നമുക്ക് സ്വന്തമായിട്ടും ചെയ്യാം, വക്കീലിനെ വെച്ചിട്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിൽ നമുക്ക് ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കേണ്ട കുറച്ച് രേഖകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെറുതെ നമുക്ക് ഒന്നുമില്ലാതെ ഒരു തെളിവുമില്ലാതെ നമുക്ക് കോടതി നമുക്കറിയാം വികാരങ്ങളെയല്ല കോടതി നോക്കുക, തെളിവുകളാണ്. കോടതിൻ്റെ മുന്നിൽ തെളിവുകൾ അനുസരിച്ചിട്ടാണ് നമുക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ. അത് തെളിഞ്ഞു വന്നാലേ നമുക്ക് വിധി കിട്ടുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് അടിസ്ഥാനമായിട്ട് വേണ്ടത് ബില്ലാണ്. നമ്മൾ എന്ത് സാധനം വാങ്ങിച്ചോട്ടെ അതിൻ്റെ ആ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ബില്ല് വേണം, അതിൻ്റെ ടാക്സ് ഉള്ള ബില്ല് വേണം നമുക്ക്. അല്ലാതെ മിക്ക ആൾക്കാരും നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ട പ്രവണത എന്ന് പറയുമ്പം ഒരുവിധം സാധനത്തിനൊന്നും അവർ ബില്ല് തരില്ല. അതായത് നമ്മൾ ചോദിച്ചാൽ തരും, ചോദിച്ചില്ലെങ്കിൽ അവർ തരൂല. അപ്പോൾ നമ്മൾ ബില്ല് ചോദിച്ച് വാങ്ങുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം നാളെ പിറ്റേന്ന് എന്തെങ്കിലും നമ്മളൊരു ഫുഡ് കഴിച്ചു ഒരു ഹോട്ടലിൽ നിന്ന്, അതിൻ്റെ ബില്ല് വാങ്ങിച്ചാൽ നമുക്കത് ക്ലെയിം, ബില്ലില്ലെങ്കിൽ നമുക്ക് അതവിടെ പോയി. അപ്പോൾ അതുകൊണ്ട് എന്ത് കാര്യത്തിനും മെയിനായിട്ട് വേണ്ട, ചെറിയ കാര്യത്തിനൊക്കെ നമ്മൾ അങ്ങനെ ബില്ല് ചോദിച്ച് എല്ലാവരും വാങ്ങാറില്ല. പക്ഷേ വലിയ കാര്യത്തിനൊക്കെ നമ്മൾ ബില്ല് വാങ്ങണം. പക്ഷേ എന്ത് കാര്യമായിക്കോട്ടെ നമ്മൾ ബില്ല് വാങ്ങിച്ചിരിക്കണം. രണ്ടാമത്തെ കാര്യം, അതിൻ്റെ വാറണ്ടി കാർഡ് അല്ലെങ്കിൽ ഗ്യാരണ്ടി കാർഡ് നമ്മളത് വാങ്ങിച്ചിരിക്കണം. പിന്നെ നമ്മൾ സർവീസ് സെൻറ്ററിൽ കൊടുത്ത ജോബ് കാർഡോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമ്മൾ ക്ലിയർ ആയിട്ട് അതൊക്കെ വാങ്ങിച്ചു വെച്ച് അതിൻ്റെ ഒരു 3 കോപ്പി വീതമാണ് നമ്മളത് ഫയൽ ചെയ്യുക. അത് എത്ര പരാതിക്കാർ, ഇപ്പം ഞാൻ ഒരാൾ മാത്രമാണെങ്കിൽ അതിൻ്റെ 3 കോപ്പി ഫയൽ ചെയ്താൽ മതി. പരാതിക്കാരൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഈ കോപ്പീസും കൂടുതലായിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള കേസ് നമ്മൾ ഫയൽ ചെയ്താൽ ഇതിൽ നമുക്കിപ്പം അതിന് മുന്നേ എല്ലാവർക്കും കോടതി എന്ന് പറയുമ്പോൾ ഒരു മടിയായിരിക്കും. അപ്പോൾ കോടതിയിൽ എത്തണം എന്നില്ല, കോടതിയിൽ എത്തും മുന്നേ നമുക്കിത് ഓൺലൈനായിട്ട് ഫയൽ ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്ന് ഞാൻ പറയാം. അതിനൊരു നാഷണൽ വെബ്സൈറ്റ് ഉണ്ട്, consumerhelpline.government.in. ഇങ്ങനെയുള്ള വെബ്സൈറ്റ് യൂസ് ചെയ്ത് നമുക്കതിലൊരു ഫോം ഉണ്ട്. അതിലെ ഫോം വഴി ഫില്ല് ചെയ്ത് അതിൻ്റെ തെളിവുകൾ, ഞാൻ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് പറഞ്ഞല്ലോ, ബില്ലും വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ, ആ തെളിവുകളൊക്കെ അപ്ലോഡ് ചെയ്യുക. അതൊക്കെ ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് കോർട്ട് ഫീസ് ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ആ കോർട്ട് ഫീസും അടക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഈ കോർട്ട് ഫീ എന്ന് പറയുന്നത് എന്താ? കോർട്ട് ഫീ എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര തുകയാണോ ആവശ്യപ്പെടുന്നത്, നഷ്ടപരിഹാരമായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്ന തുക, ആ തുകേൻ്റെ മൂല്യം കണക്കാക്കിയിട്ടാണ് കോർട്ട് ഫീസ് ഇതാക്കുക. വ്യത്യസ്തമായിരിക്കും കോർട്ട് ഫീസ് പലതിലും. നമുക്ക് ഇങ്ങനെ ഈ ഓൺലൈനായിട്ട് ഫയൽ ചെയ്താൽ അത് നമ്മുടെ അക്കൗണ്ട് വഴി അത് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഇതിൽ ഇങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഓൺലൈനായിട്ട് ഫയൽ ചെയ്ത് ഒരു 15 ദിവസമൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ, നിയമ നടപടിയൊന്നും ഇല്ലെങ്കിൽ, അവരൊന്നും റിപ്ലൈ ഒന്നും തരുന്നില്ല, അവരുടെ ഭാഗത്തുനിന്നൊന്നും ഇല്ല, റെസ്പോൺസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കോടതി വഴി ചെയ്യാം. ഇനി ഡയറക്റ്റ് കോടതി വഴി വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ഈ കോർട്ട് ഫീ എന്ന് പറയുമ്പം നമ്മളിപ്പം നോർമൽ കേസിൽ 5 ലക്ഷം വരെയുള്ള നഷ്ടപരിഹാരമാണ് നമ്മൾ ആവശ്യപ്പെടുന്നതെങ്കിൽ നമുക്ക് കോർട്ട് ഫീ സൗജന്യമാണ്. ഒരു കോർട്ട് ഫീസും നമ്മൾ അടക്കേണ്ടതില്ല. ഇനി 5 ലക്ഷത്തിൻ്റെ മേലെയുള്ള എമൗണ്ട് ആണ് നമ്മൾ ക്ലെയിം ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഓരോ കണക്കുണ്ട്, അതിൻ്റെ കണക്ക് ഞാൻ പറയാം. 5 ലക്ഷം രൂപ വരെയാണെങ്കിൽ കോർട്ട് ഫീസ് സൗജന്യം. ഇനി 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള തുകയാണ് നമ്മൾ ക്ലെയിം ചെയ്യുന്നതെങ്കിൽ 200 രൂപ നമ്മൾ കോർട്ട് ഫീസ് അടക്കണം. ഇനി 10 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെയാണെങ്കിലോ 400 രൂപ കോർട്ട് ഫീസ് അടക്കണം. 50 ലക്ഷം രൂപ വരെയാണെങ്കിൽ 1000 രൂപ കോർട്ട് ഫീസ് അടക്കണം. 1 കോടി വരെയുള്ള രൂപയാണ് ക്ലെയിം ചെയ്യുന്നതെങ്കിൽ 2000 രൂപ കോർട്ട് ഫീസ് അടക്കണം. ഇനി 1 കോടിയിൽ കൂടുതൽ രൂപയാണ് ക്ലെയിം ചെയ്യുന്നതെങ്കിൽ 2500 രൂപയാണ് നമ്മൾ കോർട്ട് ഫീ ആയിട്ട് അടക്കേണ്ടത്. അത് നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ ഷെയർ ചെയ്തേ ഉള്ളൂ. ഇതൊക്കെ അമെൻമെൻ്റ് അനുസരിച്ചിട്ടാണ് വന്നത്. ആദ്യം പഴയ നിയമത്തിൽ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പഴയ നിയമപ്രകാരം നമ്മൾ എവിടെ നിന്നാണോ സാധനം വാങ്ങിച്ച് അവരുള്ള സ്ഥലം, നമ്മളിപ്പോൾ കണ്ണൂരിൽ നിന്നാണ് സാധനം വാങ്ങിച്ചെങ്കിൽ കണ്ണൂർ മാത്രമായിരുന്നു നമുക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണോ താമസിക്കുന്നത്, ഇന്നിപ്പോൾ കണ്ണൂരുണ്ട്, നാളെ ഞാൻ ഡൽഹിക്ക് പോയി എൻ്റെ ജോബ് ആവശ്യാർത്ഥം, എനിക്ക് അവിടുന്ന് ഫയൽ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഗുണവും കൂടി ഇതിലുണ്ട്. പിന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ശിക്ഷകളും മറ്റ് ഫൈനുകളൊക്കെ ഒരുപാട് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് അത്രയും പ്രധാനപ്പെട്ട നിയമം തന്നെയാണ്. നമ്മൾ നിസ്സാരെന്ന് വിചാരിക്കും, പക്ഷേ ഇത് പ്രധാനപ്പെട്ട നിയമം തന്നെയാണ്. അപ്പോൾ ഓൺലൈനായിട്ട് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇമെയിലായിട്ട് വേണമെങ്കിൽ ഇമെയിലായിട്ട് നമുക്ക് പരാതി കൊടുക്കാം. ഇനി
കോടതി വഴി എങ്ങനെയാണ് നമ്മളിത് കൊടുക്കുക? കോടതി വഴി എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിസ്ട്രിക്ട് ലെവലിൽ വരുന്നത് കണ്ണൂരാണ് കൺസ്യൂമർ കോടതി പ്രവർത്തിക്കുന്നത്. കോടതി വഴിയാണെങ്കിൽ കേൾക്കുന്നുണ്ടോ? ഓക്കെ. നമ്മളിപ്പോൾ കോടതി വഴിയാണെങ്കിൽ നമ്മളെന്താ കമ്പനിക്കൊരു നോട്ടീസ്, നമ്മൾ എന്താ നോർമൽ കേസിൽ നമ്മൾ കോടതി വഴി ഞാൻ പറഞ്ഞില്ലേ പെറ്റീഷൻ നമ്മൾ ഫയൽ ചെയ്യും, ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫയൽ ചെയ്യും. അങ്ങനെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ കോടതി എന്താ പറയുക, നമ്മൾ അവർ കക്ഷിക്ക് നോട്ടീസ് അയക്കും. കക്ഷിക്ക് നോട്ടീസ് അയച്ച് അതിൻ്റെ 30 ദിവസത്തിൻ്റെ ഉള്ളിൽ അവർ റിപ്ലൈ കൊടുത്തിരിക്കണം. അവർ റിപ്ലൈ കൊടുക്കുന്നില്ലെങ്കിൽ, കമ്പനിക്കാർ റിപ്ലൈ കൊടുക്കുന്നില്ലെങ്കിൽ അതുമായിട്ട് കേസ് മുന്നോട്ട് പോകാൻ പറ്റും. അതിപ്പം കമ്പനിക്കാർ കോടതിയിൽ ഹാജരായിട്ടില്ലെങ്കിലും നമുക്ക് ഫേവറായിട്ട് കേസ് ജയിക്കാൻ പറ്റും എക്സ്പാർട്ടി വിധിയിലൂടെ. ഇനി നമുക്ക് ഈ എത്രയാണോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കൂടുതലും നമ്മളിപ്പോൾ ഒരു 35,000 രൂപൻ്റെ ഒരു ഫോണാണ് വാങ്ങിച്ചെങ്കിൽ അതിന് ഒരു 1.5 ലക്ഷം രൂപയോളം നമുക്ക് നഷ്ടപരിഹാരമായിട്ട് കിട്ടുന്നുണ്ട്. കൂടുതലും നമ്മൾ ഉപഭോക്താക്കൾക്ക് ഫേവർ ആയിട്ടുള്ളതാണ് വിധി വരുന്നതും എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. പിന്നെ ഇതിൽ നമ്മൾ അനുഭവിച്ച മാനസിക സംഘർഷം അല്ലേ, നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിച്ച് അതിൻ്റെ പൈസ അല്ലെങ്കിൽ അതിൻ്റെ നഷ്ടപരിഹാരം മാത്രമല്ല, നമുക്ക് ആ സമയത്ത് നമുക്ക് സമയനഷ്ടം, നമുക്ക് ടെൻഷൻ, നമ്മൾ അനുഭവിച്ച ആ മാനസിക സംഘർഷമുണ്ട് അല്ലേ, എന്ത് ചെയ്യണം എന്നറിയാതെ നമ്മൾ ഈ വിധി വരുന്നവരെ നമ്മൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയിട്ടുണ്ടാവും. അപ്പൊ അതിന് നഷ്ടപരിഹാരവും പിന്നെ നമ്മൾ കേസ് പോകുമ്പോഴും അതിനുള്ള വേറെ ചെലവുകൾ ഉണ്ടാവും, ലിറ്റിഗേഷൻ എക്സ്പെൻസസ് ഉണ്ടാവും. അത് ഉൾപ്പെടെ നമുക്ക് ഫേവറായിട്ട് വിധി വന്നാൽ ഇതൊക്കെ ഉൾപ്പെടെയാണ് നമുക്ക് നഷ്ടപരിഹാരം കിട്ടുക. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ വേറെ രീതി ഇങ്ങനെയാണ് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ഇല്ലാത്ത ആൾക്കാർ ചുരുക്കമാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ ഇപ്പം ഇതിൽ തന്നെ നമുക്കിപ്പം ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ജില്ലയിൽ എന്ന് പറയുമ്പം ശരിക്കും 1 കോടി വരെ നഷ്ടപരിഹാരം അനുവദിക്കാനുള്ള അധികാരം ഈ ജില്ലാ കമ്മീഷനുണ്ട്. അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ കൺസ്യൂമർ കോടതി ജില്ലാ കോടതിക്കുണ്ട് 1 കോടി വരെ അനുവദിക്കാനുള്ള അധികാരമുണ്ട്. ഇനി അതിലും കൂടുതൽ വേണമെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് കമ്മീഷനിൽ അപ്പീൽ കൊടുത്താൽ 10 കോടി വരെ അനുവദിക്കും. ഇനി അതിലും മേലെ നമ്മൾ നാഷണൽ കമ്മീഷൻ പരാതി കൊടുത്താൽ നമുക്ക് 10 കോടി മുതൽ എത്രയാണ് അതിന്റെ മൂല്യം വരുന്നത് നമുക്ക് കിട്ടാനുള്ള അധികാരമുണ്ട്. ഇതിലിപ്പം നമ്മളിപ്പം പറയാന്ന് വെച്ചാൽ ഇതിന് പക്ഷേ ലിമിറ്റേഷൻ ഉണ്ട് കേട്ടോ. 2 വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പരാതി കൊടുത്തിരിക്കണം. അങ്ങനെയുള്ള നിബന്ധന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇതില് നമുക്ക് പറയാല്ലേ, ഇപ്പൊ 2015 ഒരു മാഗി കേസ് ഉണ്ടായിരുന്നില്ല. മാഗി നമ്മളെ കുട്ടികൾ മാഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മതി അല്ലേ, പക്ഷെ അത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. അതായത് നമുക്കറിയാം പൊതുവേ നമ്മൾ ഇങ്ങനെയുള്ള നഷ്ടപരിഹാരം നമ്മൾ തേടുന്ന എന്തുകൊണ്ടാ, നമുക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അതിനുള്ള ഡിഫക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനത്തെ പല വഞ്ചന, പല ചതി, അതിനൊക്കെയാണ് നമ്മൾ സംരക്ഷണം തേടുന്നത് ഈ നിയമപ്രകാരം. അപ്പൊ ഇതിലിപ്പം എക്സാമ്പിൾ ആയിട്ട് പറയാൻ വെച്ചാൽ ഞാൻ പറഞ്ഞു 2015 മാഗി നിരോധിച്ചിട്ടുണ്ട്. ലെഡ് കണ്ടന്റ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് മാഗി നിരോധിച്ചു. അപ്പൊ പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം റീസെന്റ് ആയിട്ട് 2026 ഉണ്ടായ കേസുകൾ എന്ന് പറയുമ്പോൾ ഒരു കേസ് പിന്നെ ഒരു കമ്പനിയിൽ നിന്ന് ഒരു ഷോപ്പിൽ നിന്ന് ഒരു LG ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു LG TV. അപ്പോൾ ഒരാളത് ഓർഡർ ചെയ്തു. അത് ഓർഡർ ചെയ്തത് ചെറിയൊരു പൈസയാണ്, കുറച്ചൊരു പൈസക്കാണ് അത് ഓർഡർ ചെയ്തത്. പക്ഷെ അതിന് ഡിഫക്റ്റ് ഉണ്ടായിട്ട് ഇവർ കേസ് കൊടുത്തപ്പം അയാൾക്ക് 1,42,000 രൂപയാണ് അവർക്ക് വിധിച്ചത്. കേവലം എനിക്ക് 30-35 രൂപന്റെ TV ആണ്, പക്ഷെ അതിന് അവർക്ക് വിധിച്ചത് 1,42,000 രൂപയാണ് അവർക്ക് അത് വിധിച്ചത്. ഇൻക്ലൂഡിങ് ഞാൻ നേരത്തെ പറഞ്ഞു മാനസിക സംഘർഷം, അതുപോലെ തന്നെ വ്യവഹാര ചെലവുകൾ ഉൾപ്പെടെയാണ് ഇതിൽ ഫാക്ടേഴ്സ് ആയിട്ട് പരിഗണിക്കുന്നത്. പിന്നെ ഫോർ എക്സാമ്പിൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ വർഷം തന്നെ നടന്നത് ഒരു 65 വയസ്സുള്ള ഒരു ഓൾഡ് വുമൺ ആണ്. അവരൊരു പ്രായമുള്ള സ്ത്രീയാണ്. അവർക്ക് ഈ ബാങ്കിൽ ഇതേപോലെ ATM വഴി ഫ്രോഡിൽ അവർ ഇരയാക്കപ്പെട്ടു. അവർക്ക് ഈ പറഞ്ഞ പോലെ ATM യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഡെഫിഷ്യൻസി അതിന് ബാങ്കുകാർ പ്രോപ്പർ റെസ്പോൺസിബിൾ ആണ് അവർ. അപ്പം അവർക്ക് 5 ലക്ഷം രൂപ അവർക്ക് സ്റ്റേറ്റ് കമ്മീഷന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം അതുപോലെ വേറൊരു കേസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിയിട്ടും ഇതുപോലെ ഈ ഡിഫക്റ്റ്
ഫോട്ടോയുടെ ഇതുകൊണ്ട് അവർ കൊടുത്തപ്പം അതും ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ കേസുകൾ ഓരോന്നും എടുത്ത് പറയാന്ന് വെച്ചാൽ ഓരോന്നും എടുത്ത് ഞാൻ പറയുന്നില്ല. പിന്നെ അതുപോലെ നമ്മൾ ബുക്ക് ചെയ്യും അല്ലേ, നമ്മളിപ്പോൾ വെക്കേഷൻ കാലാണ് വരുന്നത്, ഇനി എല്ലാവരും ടൂറിൻ്റെതോ അല്ലെങ്കിൽ റിസോർട്ട് ബുക്ക് ചെയ്യുന്ന തിരക്കിലായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെയുള്ള റിസോർട്ടുകളും ഒക്കെ ബുക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പം അതിൻ്റെ പരസ്യത്തിൽ അവർ കുറേ കാര്യങ്ങളൊക്കെ കൊടുക്കും, കുറേ ഇതുണ്ട്, മറ്റേ അമ്യൂണിറ്റീസ് ഉണ്ട്, കുറേ എന്താ പറയുക, സ്വിമ്മിങ് പൂൾ ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, മറ്റേതുണ്ട് എന്നൊക്കെ. പക്ഷേ അതൊക്കെ വെറും പരസ്യം മാത്രമായിരിക്കും. നമ്മൾ അവിടേക്ക് എത്തിയാൽ ചിലപ്പോൾ ഇതൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഈ പറഞ്ഞ പോലെ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തപ്പം അവർക്ക് അവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ പിന്നെ നോക്കുമ്പോൾ സ്വിമ്മിംഗ് പൂളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അത് കണ്ടിട്ട് ഇവരത് നഷ്ടപരിഹാരത്തിന് ക്ലെയിം ചെയ്ത് അതിനും വലിയൊരു എമൗണ്ട്, പിന്നെ അവർ 10,000 രൂപക്കൊക്കെ ബുക്ക് ചെയ്ത, പക്ഷേ 50,000 രൂപ അവർക്ക് നഷ്ടപരിഹാരമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ എക്സാമ്പിൾസ് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഓരോ കേസുകൾ എങ്ങനെയുള്ള കേസുകളാണെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കറിയാലേ, നമുക്കിപ്പം ഇൻ ഷോർട്ടായിട്ട് പറയാന്ന് വെച്ചാൽ ഇതിപ്പം നമ്മൾ എന്തോ ആയിക്കോട്ടെ, പ്രോഡക്റ്റ് എന്തോ ആയിക്കോട്ടെ, നമ്മളിപ്പം പറയാന്ന് വെച്ചാൽ വെദർ ദ പ്രോഡക്റ്റ് ഓർ ബിഹേവിയർ ക്വാളിറ്റി ഈസ് യുവർ റൈറ്റ് എന്നാണ് പറയുക. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് യുവർ റെസ്പോൺസിബിലിറ്റീസ് ടു. കാരണം പ്രോഡക്റ്റ് എന്തോ ആയിക്കോട്ടെ, അത് ഒരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ, ഒരു സാധനം ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതൊരു എന്താ പറയുക ബിഹേവിയർ, അല്ലെങ്കിൽ അതൊരു പെരുമാറ്റം ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഗുണമേന്മ എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. അത് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എന്താണ് അതിൻ്റെ റിസൾട്ട്, എന്തൊക്കെ കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് എനിക്കിതിൽ പറയാനുള്ളത്. അപ്പോൾ ഇതിൽ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പല കാര്യങ്ങളും അറിയാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ബേസിക് ഇൻഫോർമേഷൻസിലുപരി കുറേ കാര്യങ്ങൾ ഇന്നത്തെ ഒരു റെലവൻസിക്ക് അനുസരിച്ചിട്ട് ഓൺലൈൻ ഇതും കൂടി ഇതിൽ ഉൾപ്പെടും എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇത് എനിക്ക് പറയാനുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അറിയാം സമയത്തിന്റെ വില, പ്രത്യേകിച്ച് ഈ സമയത്തല്ലേ. എന്നാലും ആർക്കെങ്കിലും എന്തെങ്കിലും ഇതേപോലെ കേസുകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കാം. അതിൻ്റെ റിലീഫ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും ചോദിക്കാം. ഡൗട്ടുമില്ല, ഒന്നും മനസ്സിലായിട്ടില്ല എന്നാണ്. ഞാൻ റാഷിദാണ്. എനിക്ക് കഴിഞ്ഞ റംസാൻ ക്ലിയർ ആവുന്നില്ല, ഒന്ന് കുറച്ചുകൂടി സൗണ്ടിൽ പറയാം, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. അതെ, കേൾക്കുന്നുണ്ടോ? കുറച്ചുകൂടി എനിക്ക് സൗണ്ട് ക്ലിയർ ആവുന്നില്ല, കേൾക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? സൗണ്ട് കുറവാണ്, എന്നാലും പറഞ്ഞോ. എനിക്ക് ഒരു മൊബൈൽ എടുത്തിട്ട് കഴിഞ്ഞ റംസാനിൽ ഒരു ചെറിയ പ്രശ്നം വന്നിരുന്നു. അതെന്ന് വെച്ചാല് നമ്മളിപ്പോ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാണ്ട് നമ്മള് വില കൂടിയ ഫോൺ ഉപയോഗിക്കാൻ പറ്റൂലല്ലോ, പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾക്ക്. വീട്ടിലെല്ലാം അവിടെ മക്കളൊക്കെ എടുത്ത് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവുമല്ലോ. അപ്പോ അങ്ങനെ അത് കാരണം ഞാൻ സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിരുന്നു. ഒട്ടിച്ച ആ സമയത്ത് തന്നെ എനിക്ക് പ്രോബ്ലം ഉണ്ടായി. അവര് പറഞ്ഞു എടുത്തത് മഞ്ചിന്നാ, നാരങ്ങപ്പുറം, ഒരു 60,000 ഫോണായിരുന്നു, സാംസങ്. ഹലോ, അപ്പൊ അത് ഈ സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ച സമയത്ത് അത് അതിലേക്ക് ഒട്ടുന്നില്ല. അങ്ങനെ അവര് തന്നെ ഷോപ്പുകാർ തന്നെ 3-4 അവരുടെ പിന്നെ മാറ്റി ഒട്ടിച്ച് ഈ ഒരു പ്രശ്നം തന്നെ കൊണ്ടിരിക്കുന്നു. പിന്നെ അവർ പറഞ്ഞു 2-3 ദിവസം കഴിഞ്ഞ് പുതിയ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ പുതിയത് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് അവർ വിളിക്കുന്നത് കാണുന്നില്ല. വീണ്ടും ഞാൻ ഷോപ്പിലേക്ക് പോയിട്ട് അത് രണ്ടാമതും അവരുടെ അടുത്തുള്ളത് വീണ്ടും ഒട്ടിച്ച് സെയിം പ്രോസസ്സാണ് ഇത് വരുന്നത്. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞു. അപ്പൊ അത് പിന്നെ
അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിത് ഈ സെറ്റ് എനിക്ക് വേണ്ട, എനിക്ക് പുതിയ തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനാണെങ്കിൽ പിന്നെ ഇൻഷുറും ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെടുക്കുന്ന സമയത്ത് തന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ അവര് അൺബോക്സ് ചെയ്യാന്. ഓക്കെ. ഈ ടൈമിൽ വീണ്ടും ഞാൻ അവരോട് പറഞ്ഞു. അപ്പൊ അവരത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഞാൻ അവിടുത്തെ പിന്നെ മെയിൻ ആളെ കണ്ടിട്ട് തന്നെ സംസാരിച്ചപ്പോൾ അവരോട് സർവീസ് സെന്ററിൽ കൊണ്ടുപോകണം. അപ്പോൾ പുതിയ സാധനം അൺബോക്സ് ചെയ്തത് നിങ്ങള്, ഞാൻ കൈകൊണ്ട് തൊടുന്നതിന് മുമ്പേ തന്നെ ഈ ഒരു പ്രോബ്ലം കണ്ടിട്ടുണ്ട്. അപ്പൊ അവര് അവിടുത്തെ സ്റ്റാഫിൽ തന്നെ പിന്നെ അവിടെ അടുത്തുള്ള മോർണിംഗ് ജംഗ്ഷനിലെ സർവീസ് സെന്ററിൽ കൊണ്ടുപോയിട്ട് അവർ പറഞ്ഞ് ഇപ്പൊ അവർക്കൊന്നും പ്രശ്നമൊന്നും കാണുന്നില്ല. പിന്നെ അതിനാണ് ടെസ്റ്റിന് പ്രശ്നം വന്നത്. ഞാൻ 2 ദിവസം ഉപയോഗിക്കുന്നല്ലോ, അവർ പറഞ്ഞതിനോട് 2 ദിവസം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ആ സമയത്ത് പിന്നെ ടച്ച് വർക്ക് ചെയ്യണ്ടായി. അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞവരോട് എനിക്ക് സെറ്റ് പുതിയ തന്നെ തരണം, എനിക്കിത് വേണ്ടാന്നുള്ള. അവർ തീരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവർ പറഞ്ഞ് നിങ്ങള് പിന്നെ ഞാൻ ഈ നമ്പർ മൈജിന്റെ സാംസങ്ങിന്റെ ഓഫീസിലേക്ക് കമ്പനിയിലേക്ക് അയക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ അയച്ച് റിട്ടേൺ വന്നത് പിന്നെ ഇത് പിന്നെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇത് തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞിട്ട്. എന്താ റീസൺ പറഞ്ഞത് അവര്? എന്താ റീസൺ തള്ളിക്കളയാൻ? അവര് പറയുന്നത് ഇത് നിങ്ങൾക്ക് സ്ക്രീൻ ഗാർഡ് ഇടാണ്ട് പ്രശ്നമില്ലല്ലോ, സ്ക്രീൻ ഗാർഡ് ഇടുന്നവരാണല്ലോ പ്രശ്നം വരുന്നത്. ഞാൻ പറഞ്ഞു സ്ക്രീൻ ഗാർഡ് ഇടാണ്ട് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, പ്രത്യേകിച്ചിട്ട് വില കൂടിയ ഫോൺ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെതായ സെക്യൂരിറ്റി നമ്മൾ കൊടുക്കണമല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് സംസാരിച്ചപ്പം പറഞ്ഞ് വക്കീലായിട്ട് സംസാരിക്കാൻ. അങ്ങനെ അജിത അജിത് സജിതയാ, മറ്റേ കോടതി PM സജിതയാണോ? ആ ഒരു മെലിഞ്ഞിട്ടുള്ള അറിയാം, കണ്ണട വെച്ചിട്ടല്ലേ? വെളുത്തിട്ട് മൂപ്പർക്ക എനിക്ക് ഞാൻ കേസ് കൊടുത്തത്. ഒരു വർഷം കേസിന്റെ സ്റ്റാറ്റസ് എന്തായി? ഇപ്പൊ നിലവിൽ പറഞ്ഞാൽ ഇപ്പൊ ഇതുവരെ ഞാനവിടെ ഹലോ പറഞ്ഞു, കേൾക്കുന്നുണ്ട്. പോയോ? എനിക്ക് തോന്നുന്നു അവർ ഓൾറെഡി കേസ് പെൻഡിങ്ങിലുണ്ട്. പിന്നെ അത് അവർ വക്കീലുമായിട്ട് പെൻഡിങ്ങിലുള്ളതാണ്. വേറെ എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഞാൻ അവസാനിപ്പിക്കാമല്ലേ? എന്തായാലും വളരെ സന്തോഷം, എനിക്കിങ്ങനെ ഒരു അവസരം, ക്ലാസ് എടുക്കാനുള്ള അവസരം തന്ന എല്ലാവർക്കും, ഈ ഇതിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. നല്ല രൂപത്തിൽ ഉപഭോക്തൃ അവകാശങ്ങളെ കുറിച്ചിട്ടെല്ലാം സംസാരിച്ച നമുക്ക് എല്ലാവർക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഒരാളിപ്പോൾ പറഞ്ഞതുപോലെ അതുപോലെയുള്ള പിന്നെ നേടിയെടുക്കാനുള്ള വഴികളെക്കുറിച്ചെല്ലാം ഇപ്പോൾ പറഞ്ഞു തന്ന അഡ്വക്കേറ്റ് നിലോഫറിന് നന്ദി. ഇതിൽ നന്ദി പ്രകാശനം ചെയ്യുന്നത് പാലശ്ശേരി സോണൽ പ്രസിഡന്റ് റസിയ ഖാലിദാണ്. അവരെ ക്ഷണിച്ചോളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഇന്ന് മാർച്ച് 15 ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിനെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് നിയമവശങ്ങൾ പറഞ്ഞു തന്ന നമ്മുടെ സഹോദരി അഡ്വക്കേറ്റ് നിലോഫർ നസീർ അവർക്ക് ഞാൻ എൻ്റെ പേരിലും സംഗമം കൾച്ചറൽ ഫോറത്തിന്റെ പേരിലും നന്മ വെൽഫെയർ സൊസൈറ്റിയുടെ പേരിലും ഞാൻ ആദ്യമായി നന്ദി അറിയിക്കുന്നു. സൊസൈറ്റി പ്രസിഡന്റ് ഫാസിൽത്ത, സെക്രട്ടറി റഹീം സാഹിബ്, വൈസ് പ്രസിഡന്റ് അഷ്ഫാഖ് സാഹിബ്, കൾച്ചറൽ ഫോറം ചെയർമാൻ റുക്സാന താഹ ഇവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ ഈ പരിപാടിയിൽ സ്വാഗതം അറിയിച്ച് സംസാരിച്ച സൈതാർപള്ളി സോണൽ പ്രസിഡന്റ് സൗജത്ത് ലത്തീഫ് അതുപോലെ അധ്യക്ഷ സ്ഥാനം വഹിച്ച കതിരൂർ സോണൽ പ്രസിഡന്റ് ഷമീമ CP ഇവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ അംഗങ്ങൾക്കും എൻ്റെ പേരിലും നന്മ വെൽഫെയർ സൊസൈറ്റിയുടെ പേരിലും ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ സമാപിച്ചതായി അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.